വി.എസ്. അച്യുതാനന്ദനെ പോലെ ഒരു തലമുതിർന്ന അഴിമതി വിരുദ്ധനായ സ്വന്തം മകന്റെ പേരിൽ അന്വേഷണം വേണമെന്ന് CBIക്ക് 10 പേജുള്ള കത്തെഴുതിയ എത്ര വലിയ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും അഴിമതിക്കാരനെന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് നാവുറക്കാത്ത ആ വി.എസിനെ തള്ളി താഴെയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിക്കുന്നത്. കരിമണൽ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി ED 2018. അവർക്ക് കിട്ടിയ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവെന്തെന്ന് ചോദിച്ചാൽ 130 കോടി രൂപയോളം കർത്തയുടെ ഓഫീസിൽ നിന്ന് വിവിധ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം പോയത് PV എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കെയർ ഓഫില് ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്കാണ്. 1-2 അന്ന് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഒരു MLA പ്രിവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു, അങ്ങയുടെ മകളുടെ ഓഫീസിലേക്ക് ഈ കോടികൾ ഒഴുകിയത് എന്തിനെന്ന് പറയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 ഈ EDയുടെ റെയ്ഡിൽ നിന്നാണ് കഥകൾ മാറി തുടങ്ങുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. 2019 വിധി പറയുമായിരുന്ന ലവ്ലിൻ കേസും ഒരു ഘടകമായി. ഈ ലവ്ലിൻ കേസിനെ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ കർത്തയുടെ ഓഫീസിൽ നടന്ന റെയ്ഡിനോട് അനുബന്ധമായ പ്രശ്നങ്ങളിൽ മാറ്റിവെച്ചു. സ്വർണ്ണക്കടത്തിലെ 164 മൊഴിയടക്കമുള്ള പ്രബലമായ കേസിനെ അതിന്റെ ഭാഗമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. വളരെ കൃത്യമായി നടപടികൾ മാറി തുടങ്ങുന്നു. പിണറായി വിജയൻ പതുക്കെ പുറത്ത് അല്ലാത്ത വിധം സംഘീയ പരിണാമത്തിലേക്ക് വരുന്നു. നമസ്കാരം. പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷണമുണ്ടായിരുന്ന വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്ന വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. ഇന്നലെ രാത്രി ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക്, അതായത് സ്വന്തം പേരിൽ പതിച്ചു കിട്ടിയ മണ്ണിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ അലിഞ്ഞു ചേരുമ്പോൾ 1 നൂറ്റാണ്ടിന്റെ സമര പാരമ്പര്യമാണ് ആ മണ്ണിൽ കെട്ടടങ്ങിയത്. വി.എസ്. അച്യുതാനന്ദന് ഒരു കാരണവശാലും മരണമില്ല, അദ്ദേഹം ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് അനേക ലക്ഷങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾക്ക് നടുവിലാണ് വി.എസിനെ മണ്ണിലേക്ക് ലയിപ്പിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരുപാട് വിശേഷങ്ങളുണ്ട് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്. ഒരുപക്ഷെ കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ അന്ത്യമായിരുന്നു ഇന്നലെ പുന്നപ്രയിൽ നാം കണ്ടത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത, സ്ത്രീ പീഡകർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത, ഭൂമി ചൂഷണത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത, കുടിനീർ ചൂഷണത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത പാവങ്ങളുടെ പടത്തലവനായ വി.എസ്. അച്യുതാനന്ദൻ ഈ മണ്ണിനോട് വിട പറഞ്ഞു പോകുമ്പോൾ അനേക ലക്ഷങ്ങളാണ് ഒരു നോക്ക് കാണുവാൻ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്നത്. പൊന്നുകൊണ്ട് വേലി കെട്ടിക്കൊടുത്താലും സമ്പത്തിന്റെ സ്വാധീന ശക്തിയുടെ ആരുടെയും വേലിക്കകത്ത് ഒതുങ്ങുന്നതായിരുന്നില്ല അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ വ്യക്തിപ്രഭാവം. സ്വന്തം മകന്റെ പേരിൽ പോലും ഒരു അഴിമതി ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ 10 പേജുള്ള കത്താണ് തന്റെ മകനെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം CBI ഡയറക്ടർക്ക് എഴുതിയത്. സ്വന്തം മകനെ അഴിമതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഓടുന്ന, അല്ലെങ്കിൽ സ്വന്തം മകളെ അഴിമതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഓടുന്ന മുഖ്യമന്ത്രിമാർ നാട് ഭരിക്കുന്ന കാലത്താണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രി തന്റെ മകന്റെ പേരിൽ അഴിമതി ആരോപിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവന്റെ പേരിലുള്ള അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CBIക്ക് 10 പേജുള്ള കത്തെഴുതിയത്. ഇതാണ് വി.എസ്. അച്യുതാനന്ദൻ. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുമ്പോഴും അത് നിയമം ഭാരതത്തിലെ, കേരളത്തിലെ ഓരോരോ പൗരനും സമമാണ്. മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്കാരനായാലും ആർക്കും നിയമം ഒരുപോലെ തന്നെയാണ്. തൻ്റെ മകന്റെ നേരെ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ തീർച്ചയായും അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട നേതാവാണ്, CBIക്ക് കത്തെഴുതിയ നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ. ഇന്നിപ്പോൾ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ തന്റെ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയിലേക്ക് കൈക്കൂലിയായി, മാസപ്പടിയായി പറ്റിയിരിക്കുന്നു എന്ന ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കണ്ട കാര്യങ്ങൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന നിലയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അഴിമതിയുടെ നിഴലിൽ, സംശയിക്കപ്പെടുന്ന നിഴലിൽ എത്തി നിൽക്കുന്നു.
ഈ സാഹചര്യത്തിലാണ് VSന്റെ ഈ അപൂർവ വ്യക്തിത്വം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ KM ഷാജി മുൻപൊരിക്കൽ ഒരു പ്രസംഗത്തിലാണ് VS അച്യുതാനന്ദനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പരാമർശിച്ചത്. VS അച്യുതാനന്ദൻ രാഷ്ട്രീയമായ പാതയിൽ പലപ്പോഴും വിയോജിപ്പും യോജിപ്പും പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ്. മുസ്ലിം സമുദായത്തോടും മുസ്ലിം ലീഗിനോടും VS അച്യുതാനന്ദൻ ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ല. എന്നാൽ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അഴിമതി രഹിതനായ നേതാവായിരുന്നു അദ്ദേഹം. VS അച്യുതാനന്ദൻ അഴിമതിക്കാരനാണെന്ന് പറയുവാൻ നാവ് ചലിക്കില്ല എന്ന് തന്നെയാണ് KM ഷാജി പറഞ്ഞത്. KM ഷാജി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് VS അച്യുതാനന്ദനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പൊതുവേദിയോട് തുറന്നു പറഞ്ഞത്. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ ഓർമ്മയായ സാഹചര്യത്തിൽ VSനെ കുറിച്ച് KM ഷാജിയെ പോലുള്ള ഒരു നേതാവിന്റെ ഈ അനുസ്മരണം അക്ഷരാർത്ഥത്തിൽ VSനുള്ള അന്ത്യാഞ്ജലിയായി മാറുന്നു. KM ഷാജി VSനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. VS അച്യുതാനന്ദനെ പോലെ ഒരു തലമുതിർന്ന അഴിമതി വിരുദ്ധനായ സ്വന്തം മകന്റെ പേരിൽ അന്വേഷണം വേണമെന്ന് CBIക്ക് 10 പേജുള്ള കത്തെഴുതിയ എത്ര വലിയ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും അഴിമതിക്കാരനെന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് നാവുറക്കാത്ത ആ VSനെ തള്ളി താഴെയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിക്കുന്നത്. അതുകൊണ്ട് അധികാരം പിടിക്കുമ്പോൾ പിണറായി വിജയന് ഒരു ഇമേജ് കോൺഷ്യസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൽദോസും ഞാനും ഒക്കെ അന്ന് നിയമസഭയിലുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പിണറായി വിജയൻ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ. NRCയുടെ വിഷയം വന്നപ്പോ മുസ്ലിം ഇഷ്യൂസുകളെ ഫാഷിസ്റ്റുകൾ അപകടകരമായി ചിത്രീകരിക്കാൻ വന്നപ്പോഴൊക്കെ പൊരുതുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷണം പിണറായി വിജയനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ മാംഗ്ലൂർ പ്രസംഗമുണ്ട്, മംഗലാപുരം പ്രസംഗം. നമ്മളൊക്കെ ട്രോളുമാകുമെങ്കിലും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടുക്കാൻ RSS ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത്, നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ ഊരി പിടിച്ച BJP-ക്കാരന്റെ കൊടുവാളുകൾക്ക് മുമ്പിലൂടെ നടന്നുപോയവനാണ്. ഇതൊരു ചെറിയ വാക്കൊന്നുമല്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ എതിർക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ വീരോചിതമായ വർത്തമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, PT തോമസ് 2019 ഒരിക്കല് എന്റെ റൂമിലേക്ക് രാവിലെ എന്നോട് പറഞ്ഞു, ഷാജി ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് ഇറങ്ങാൻ ഇത്തിരി വൈകുന്നു പറഞ്ഞപ്പോ ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോ PT തോമസ് എന്റെ റൂമിലുണ്ട്. ഞാൻ PT തോമസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 2-3 പേര് കൂടെയുണ്ട്. എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യലുകളാണ്, ഇവർക്ക് ചില കാര്യങ്ങൾ പറയാൻ. അന്ന് എന്നോട് പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം, അന്ന് കരിമണൽ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി ED 2018. അവർക്ക് കിട്ടിയ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവെന്തെന്ന് ചോദിച്ചാൽ 130 കോടി രൂപയോളം കർത്തയുടെ ഓഫീസിൽ നിന്ന് വിവിധ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം പോയത് PV എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കെയർ ഓഫില് ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്കാണ്. 1-2 സംഖ്യ അല്ല, രണ്ടാമത് ഇയാളുടെ ഓഫീസിൽ നിന്ന് പണം പോയത് ഊരാലിങ്കൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ആയി വളർന്നു വന്നിരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് വടകരയിൽ. ഈ 2 കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്ക് വ്യക്തമായി. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ട് 2020 നിയമസഭയിൽ ഞാൻ നിയമസഭയിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകള് ആരോപണ വിധേയമായ പ്രസംഗം നടത്തിയത് അന്ന് നിയമസഭയിൽ ഞാനായിരുന്നു. അത് ഏറ്റെടുത്താണ് ഞാനും PT-യുമാണത് ഒരു ധാരണയിൽ പ്രസംഗിക്കുന്നത്. അന്നത്തെ പ്രസംഗം എനിക്കായപ്പോ ഞാൻ പറയുമെന്നും പിറ്റേന്നതിനെ PT എൻഡോസ് ചെയ്യുമെന്നും തീരുമാനിച്ചു. അന്ന് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഒരു MLA-യുടെ പ്രിവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു, അങ്ങയുടെ മകളുടെ ഓഫീസിലേക്ക് ഈ കോടികൾ ഒഴുകിയത് എന്തിനെന്ന് പറയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 ഈ ED-യുടെ റെയ്ഡിൽ നിന്നാണ് കഥകൾ മാറി തുടങ്ങുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. 2019 വിധി പറയുമായിരുന്ന ലവ്ലിൻ കേസും ഒരു ഘടകമായി. ഈ ലവ്ലിൻ കേസിനെ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ കർത്തയുടെ ഓഫീസിൽ നടന്ന റെയ്ഡിനോട് അനുബന്ധമായ പ്രശ്നങ്ങളിൽ മാറ്റിവെച്ചു.
സ്വർണ്ണക്കടത്തിലെ 164 മൊഴിയടക്കമുള്ള പ്രബലമായ കേസിനെ അതിന്റെ ഭാഗമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. വളരെ കൃത്യമായി നടപടികൾ മാറി തുടങ്ങുന്നു. പിണറായി വിജയൻ പതുക്കെ പുറത്ത് അല്ലാത്ത വിധം സംഘീ പരിണാമത്തിലേക്ക് വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹത്തിന്റെ സംഘത്തെ മുഴുവൻ ചേർത്ത് നിർത്തി ഒരു അഴിമതിയുടെ ഒരു കൂടാരത്തെയും അല്ലെങ്കിൽ ഈ ഫാഷിസത്തിനെ അവരെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. എനിക്കറിയാം, ഭരണകൂടം വേട്ടയാടിയാൽ അതൊരു ചെറിയ വേട്ടയാടലല്ല. ആ ഭരണകൂടത്തിന്റെ വേട്ടയാടലിന് വിധേയാളാൻ ഞാൻ കൂടം കൊണ്ടാണ് തലക്ക് പിറകിൽ അടിക്കുക. എന്നാൽ ഒരു തവണ നിങ്ങൾ തല കുടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. കേരളത്തിലെ CPM എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്, ഞാൻ തല താഴ്ത്തിയിട്ടില്ല. പക്ഷെ പിണറായി വിജയ കൂടമൊന്നും വേണ്ട, ഒരു ചെറിയ വടി കൊണ്ട് നരേന്ദ്രമോദി പിണറായി വിജയന്റെ തലക്കടിച്ചപ്പോ കുനിഞ്ഞുപോയ തലയാണ് ഫാഷിസത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പിന്നെ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തുടങ്ങിയ കോംപ്രമൈസുകളാണ് ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കി തുടങ്ങുന്നത് ഈ റെയ്ഡിന് ശേഷമാണ്. അതിനുശേഷമാണ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് ഉണ്ടാവുന്നത്. എന്തിന്? ആ കേസ് എവിടെയാ? NIA കോടതിയിൽ കേസുണ്ട്, പോയി അന്വേഷിക്ക്. ഇതാ ഇവിടെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി ഗഫൂർ അടക്കമുള്ളവർ വക്കീലമാരല്ലേ, അവര് പോയി അന്വേഷിക്ക്. അവർക്കറിയാം, അന്വേഷിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ കേസിൽ അതിന്റെ പ്രതിയെ വിട്ടുകളഞ്ഞു. പക്ഷെ 3 പേര് കൊല്ലപ്പെട്ടു. ആ ട്രെയിൻ തീവപ്പ് എന്തിനായിരുന്നറിയോ? കർണാടകയിലെ കോൺഗ്രസ് ജയിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ഇന്നത്തെ DGP ആയി ശുപാർശ ചെയ്യപ്പെട്ട അജിത്ത് എന്ന് പറയുന്ന RSS ചാരൻ പിണറായിക്ക് വേണ്ടി നടത്തിയ നാടകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എലത്തൂർ ട്രെയിൻ എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരം എന്താണ്? ആ പൂരം കലക്കൽ എന്താണ്? അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത് എന്താണ്? ഈ നാടകം ആരുടേതാണ്? ഭരണകൂടത്തിൻ്റെതല്ലെങ്കിൽ പിന്നെ ആരുടേതാണ്? തീർച്ചയായും അവരുടേത്. കരുവന്നൂർ ബാങ്ക്, ആ കരുവന്നൂർ ബാങ്കിലേക്ക് സുരേഷ് ഗോപി നടത്തുന്ന ഒരു ജാഥ ഓർമ്മയുണ്ടോ? നൊരയും പിണ്ടിയൊക്കെ വന്നിട്ട് എന്തായിരുന്നു ഗീർവാണം? കരുവന്നൂർ ബാങ്ക് അപ്പടി തിന്നാളി എന്നുള്ള നിലക്കാ പോയത്. ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ? കേന്ദ്രമന്ത്രിയല്ലേ? എവിടെ നിങ്ങളുടെ ഈ കരുവന്നൂർ ബാങ്ക്? കോംപ്രമൈസ് ആയി നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി കൊടകര ഹവാല കേസ് കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല. പിണറായി വിജയൻ പറഞ്ഞില്ലേ, മലപ്പുറത്തുനിന്ന് പിടിച്ചാൽ മാത്രം ഹവാല ആവൂല പിണറായി വിജയ, കൊടകരയും ഹവാലയാണ്. ആ ഹവാലയെ ഒതുക്കി തീർത്തത് കേരളത്തിലെ BJP CPM സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ലാവ്ലിൻ കേസ് അവിടെയും തീരുന്നില്ല. ലോകനാഥ് ബെഹ്റയെ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് റിട്ടയർ ചെയ്തു പോയിട്ടും തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിയത്, മെട്രോയുടെ അധിപനാക്കി നിർത്തിയത് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന സിറാജുന്നസ വെടിവെപ്പിന്റെ സൂത്രധാരകനായ RSSകാരനെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനായി നിർത്തിയത്. മലപ്പുറത്ത് കൊണ്ടുവന്ന് സുജിത്ത് എന്ന് പറയുന്ന കാട്ടുകള്ളനായ RSSകാരനെ SP ആക്കിയത്. അജിത്തിനെ ഇപ്പോഴും DGP ആക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത്. ഇതൊക്കെയും ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്തു വച്ച ഈ പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. തീരുന്നില്ല. ഹരിയാന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് ഇത് ചെറിയ കാര്യമല്ല. കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എലത്തൂരിലേക്ക് ട്രെയിൻ ദീപപ്പുണ്ടാക്കിയതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഹിന്ദുവിന് കൊടുത്ത കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളീയ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാക്കിയത് ഞാൻ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ്. തീരുന്നില്ല. പാലക്കാട് ജയിച്ചു വരുമ്പോൾ, UDF ജയിച്ചു വരുമ്പോൾ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കൂ. BJPയുടെയും CPMന്റെയും തെരഞ്ഞെടുപ്പ് അവകാശവാദം വായിച്ചാൽ രണ്ടും എന്തേ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട് ജയിപ്പിച്ചത്. 2000 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട്ടെ ജയത്തിന്റെ പിറകിലെന്ന് ഒരുപോലെ പറയുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ SDP ആക്ഷേപിക്കാൻ ഇവർ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുന്നത് ആ പാലക്കാട്ടിലാണ്. അതും ഒരേപോലെ. ഈ സമയം ഞാൻ ചോദിക്കുന്നത്, ഈ സമയം ഏതാണ്? എന്റെ പ്രിയപ്പെട്ട CPMകാരെ, നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ? ഈ ആക്ഷേപങ്ങൾ സമയം ഏതാണെന്നറിയുക? ഇന്ത്യയുടെ സകലമാന പള്ളികളുടെയും അടിയിൽ അവിടെ ക്ഷേത്രങ്ങൾ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അവിടെ ബിംബങ്ങൾ കുഴിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രാദേശിക കോടതിയിൽ പോകുക, അനുമതി വാങ്ങുക, സർവേ നടക്കുക, കലാപമുണ്ടാക്കുക.
മുസ്ലിങ്ങൾ ഇരകളാക്കി ഇന്ത്യയുടെ തെരുവുകളിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ തെരുവുകളിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ് മുഴുവൻ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ ഭീകരമായി കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ജുഡീഷ്യറി പോലും പലപ്പോഴും ഈ മൈനോറിറ്റിയുടെ രക്ഷയ്ക്ക് വരാതെ കണ്ണടക്കുന്ന ഒരു കാലത്ത് പോലീസിലും പട്ടാളത്തിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ RSS വൽക്കരണം നടക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭകളിലും MLA-മാരും MP-മാരും ന്യൂനപക്ഷ വിരുദ്ധമായി മുസ്ലിം വിരുദ്ധമായി പ്രസംഗിക്കുന്ന ഒരു കാലത്ത് പ്രതിഷേധം എന്നതിന് എന്ന് പറയുമ്പോഴേക്കും UAPA ചുമത്തിയിട്ട് നിരപരാധികളായ മുസ്ലിങ്ങളെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളുന്ന ഈ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും എന്ന് സ്വപ്നം കണ്ട് മോഹനൻ ഞെട്ടി ഉണരുന്നത്. മോഹനൻ പറയാൻ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിച്ചാൽ നമ്മളെ പോലത്തെ ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? ഏത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഓൽക്ക് കേരളത്തിൽ 3000 മെമ്പർഷിപ്പ് ഉള്ളതെന്നാണ്. 3000 മെമ്പർഷിപ്പാ കേരളത്തിലുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നു എന്നിട്ട് മുസ്ലിങ്ങളായ ഹിന്ദുക്കളായ എല്ലാരെയും ശരിയാക്കുന്നു സ്വപ്നം കണ്ട് മോഹനൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഞെട്ടി ഉണരുക. പണ്ടൊരു നമ്പൂരി പുഴയുടെ അക്കരെ നിന്ന് ഒരു നായ കുരച്ചപ്പോ, തൊടലിൽ കെട്ടിയ നായയാണ്, കുരച്ചപ്പോ നമ്പൂരി ഞെട്ടി. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങളതിന് അപ്പുറത്ത് പോയിന്റ് അപ്പുറത്തുള്ള നായ കുരക്കണേൽ ഇവിടുന്ന് ഞെട്ടല? നമ്പൂരി പറഞ്ഞു, നിനക്കത് പറയാം. ആ നായയുടെ തൊടലഴിഞ്ഞ് പുഴയിലെ വെള്ളം പറ്റി ആ നായ അവിടെ വന്ന് നിന്നെ കടിച്ചഞ്ഞ് ചോദിക്കാറുണ്ടാവുമോ എന്നാണ്. എടോ, അതിനൊക്കെ പിന്നെ ഒരു കാലല്ലേ? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണോ നിങ്ങൾ പേടിപ്പിക്കുന്നത്?